ബിഗ് ബോസ് ഹൗസിലേക്ക് ഫാമിലി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ജാസ്മിൻ്റെ ഫാമിലി വന്നു കഴിഞ്ഞാൽ ജാസ്മിനോട് എന്തായിരിക്കും പറയുക എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് മത്സരാർത്ഥികളുടെ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞ ഒരു കാഴ്ചയാണ്. എന്തായാലും നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം സീസൺ 5 86-ാം ദിവസമായിരുന്നു മത്സരാർത്ഥികളുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. എന്നാൽ സീസൺ 6 എത്തുമ്പോൾ 10ാം ആഴ്ചയിലേക്ക് എത്തുമ്പോൾ ഏകദേശം 70 ദിവസത്തോട് അടുക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് മത്സരാർത്ഥികളുടെ ഫാമിലി വരികയാണ്. ഇനിയും ദിവസങ്ങൾ ഒരുപാട് കിടക്കുകയാണ് 100ാം ദിവസത്തിലേക്ക്. ഇപ്പോഴും ആരായിരിക്കും ഒരു വിജയി എന്ന് നമുക്കൊന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആരാണ് ടോപ്പ് 5ലേക്ക് എത്താൻ സാധ്യതയുള്ള 5 മത്സരാർത്ഥികൾ എന്ന് പോലും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് മത്സരാർത്ഥികളുടെ ഫാമിലി വരുന്നത്. ഒരുപാട് ആൾക്കാർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് മത്സരാർത്ഥികളുടെ ഫാമിലിയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് മത്സരാർത്ഥികളുടെ ഫാമിലിയൊക്കെ വന്നിരിക്കുകയാണ്. ഇത് മത്സരാർത്ഥികൾക്ക് കുറച്ച് ഡൗൺ ആയി പോയ മത്സരാർത്ഥികൾക്ക് വലിയൊരു ഊർജ്ജം തന്നെ കിട്ടും. അതായത് ഞാൻ കിറ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ എനിക്കിനി പറ്റില്ല എന്നൊക്കെ പറയുന്ന മത്സരാർത്ഥികൾക്ക് ഫാമിലി വന്ന് പുറത്ത് അവർക്ക് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളൊരു ഇൻഡ് കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ഇൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ രീതി പിടിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു പ്ലാൻ തന്നെയായിരിക്കും. എന്തായാലും ബിഗ് ബോസിലേക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ഫാമിലിയെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അധികൃതർ കൊണ്ടുവന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഡൗൺ ആയിപ്പോയി ഒരുപാട് മത്സരാർത്ഥികൾക്ക് അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ബിഗ് ബോസിലേക്ക് ഇപ്പോൾ അവരുടെ ഫാമിലിയെ കൊണ്ടുവന്നത്. ജാസ്മിൻ്റെ ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പറയാൻ സാധ്യതയുള്ളത് ജാസ്മിൻ ഗബ്രി വിഷയം തന്നെയായിരിക്കും. ഇനിയും ഗബ്രി എന്ന് പറഞ്ഞ ഫോട്ടോ വെച്ച് കളിക്കരുത് എന്നുള്ള കാര്യം തന്നെയായിരിക്കും ജാസ്മിനോട് പറയുക. കാരണം ജാസ്മിൻ അത് മാത്രമേ ഇപ്പോൾ നെഗറ്റീവായിട്ട് ഇപ്പോഴും പുറത്തേക്ക് പോകുന്നുള്ളൂ. കാരണം മികച്ചൊരു മത്സരാർത്ഥി തന്നെയാണ് ജാസ്മിൻ. ബാക്കി എല്ലാ കാര്യത്തിലും ജാസ്മിൻ വളരെ മുൻപന്തിയിൽ തന്നെയാണ്. ടോപ്പ് 5ലേക്ക് അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ എത്താൻ ഉറപ്പിച്ചൊരു മത്സരാർത്ഥി എന്ന് തന്നെ ജാസ്മിനെ പറയാം. ആ ജാസ്മിൻ ഇപ്പോഴും ഗബ്രിയുടെ ഫോട്ടോ പിടിച്ച് ഒരു നാടകം പോലെ കളിക്കുന്നത് പ്രേക്ഷകർക്കിടയിൽ വലിയ നെഗറ്റീവാണ്. ഇത് തന്നെയായിരിക്കും ഫാമിലി വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ അടുത്ത് കർശനമായിട്ട് വളരെ സ്ട്രിക്റ്റോടുകൂടി വളരെ സ്ട്രോങ്ങോടുകൂടി വലിയൊരു താക്കീതോടുകൂടി പറയാം. ഇനിയും ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പോര് എന്നൊക്കെ ഫാമിലി പറയാനും സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു ഇൻഡൊക്കെ ജാസ്മിൻ്റെ ഫാമിലി കൊടുക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇവരുടെ ഫാമിലി വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. മറ്റു വാർത്തകളും വിശേഷങ്ങളും നമുക്കിതിലൂടെ ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം.